സോ ദിൽഷാദ് സർ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണ് ഒരു വുമൻ ഓൺടർപ്രണർ ഞങ്ങളുടെ മുന്നിൽ എത്തുന്നത്. സോ ഐ നോ യു ഗൈസ് ആർ ഈഗർലി വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം ഹർ. സോ ഞങ്ങൾക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാമിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അതായത് മാമിന്റെ ജേർണി, മാമിന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കരിയർ എങ്ങനെയായിരുന്നു, ആ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്ക് ഈ ഒരു ഇന്നത്തെ ഒരു എക്സ്പെർട്ട് ടോക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷുവർ. ഹലോ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ a great gratitude to Skill Age Academy to invite me to here. ബിക്കോസ് ഞാൻ സ്കിൽ ഏജ് അക്കാഡമിയിൽ നിന്ന് ഈ കോൾ വന്നപ്പോൾ തന്നെ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഫ്യൂച്ചറിൽ ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മുന്നിൽ നമ്മളുടെ ചെറിയ സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് റിയലി പ്രൗഡ് ഫോർ മീ. ആൻഡ് നല്ല ഗ്ലാഡ് ഉണ്ട് ഇത്രയും നല്ലൊരു സപ്പോർട്ടീവ് ഈ ഒരു ഡൈസിൽ ഇത്രയും സ്റ്റുഡൻസിൻ്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതിൽ. സോ ചോദിച്ച പോലെ ഞാൻ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം ഫർഹാന ഫാസിൽ. കറൻ്റ്ലി നമുക്ക് അലൂറ പ്രീമിയം ബ്രൈഡൽ റെൻ്റൽസ്, അലൂറ ബൊട്ടീക്ക്, അലീഫ് ഗ്രൂം സ്റ്റുഡിയോ 3 സ്റ്റോഴ്സാണ് നമ്മളുടെ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് സിസ്റ്ററാണ്, ഷീ ഈസ് മൈ പാർട്ട്ണർ ഇൻ ബിസിനസ് ഓൾസോ. ആൻഡ് സ്റ്റഡീസ് എഡ്യൂക്കേഷണൽ പറയുകയാണെങ്കിൽ ഐ എം എ ബേസിക്കലി പ്രൊഫഷണലി ഐ എം എ സിവിൽ എഞ്ചിനീയറിംഗ് 4 years ME എഞ്ചിനീയറിംഗ് കോളേജിൽ 2019 പാസ് ഔട്ട് സ്റ്റുഡൻ്റാണ് ഞാൻ. സോ 2019 ഈ ഒരു ബിസിനസ് ഞാൻ എൻ്റർ ചെയ്യുന്നത്, സോ നിങ്ങളെല്ലാവരും ഈഗർലി എക്സൈറ്റഡ് ആണെന്ന് അറിയാം. നമ്മുടെ അലൂറ നിങ്ങൾക്ക് എത്ര പേർക്ക് ശരിക്കും അറിയാം ഇതിന് മുന്നേ തന്നെ? സീരിയസ്ലി ഇത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടോ അലൂറ? താങ്ക് യു. അത് തന്നെയാണ് കേട്ടോ നമ്മളപ്പോൾ ബ്രാൻഡിങ്. ശരിക്കും പ്രൗഡാണ് ഇത്ര ആൾക്കാർ നമ്മളെ ബ്രാൻഡ് അറിയാലോ. ഓക്കെ, സോ ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്, ടു ബി ഹോണസ്റ്റ്, നമ്മളെ +2 കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ എൻട്രൻസ് എഴുതുക, ഡോക്ടർ ആവുക, എൻജിനീയർ ആവുക, അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെ ആയിരുന്നു. സോ ഡെഫിനറ്റ്ലി എൻ്റെ ഫാമിലി കംപ്ലീറ്റ്ലി ഒരു ആർക്കിടെക്ചർ ഫാമിലിയാണ്. ബ്രദേഴ്സ് ആണെങ്കിലും 2 പേര് ആർക്കിടെക്ചേഴ്സാണ്. ഫാദർ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആണ്, കോൺട്രാക്ടർ ഫീൽഡിലാണ്. അപ്പോൾ നോർമലി ഞാനും ഇഷ്ടപ്പെട്ടെടുത്ത ഫീൽഡൊന്നുമല്ല സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ഫ്ലോയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പോയി 4 വർഷം പഠിച്ചു. പക്ഷേ എനിക്ക് കറക്റ്റ് അറിയായിരുന്നു ഇതൊന്നുമല്ല എൻ്റെ ഫീൽഡ് എന്നല്ലേ. ഒരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. പക്ഷേ ചെറുപ്പം മുതലേ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ളത് നല്ല ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. ടു ബി ഹോണസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫസ്റ്റ് ബെഞ്ചർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു ഫസ്റ്റ് ബെഞ്ചർ സ്റ്റുഡൻറ്റിനുള്ള ക്വാളിറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. നമ്മളൊരു അസൈൻമെൻ്റ് ആവട്ടെ, പ്രൊജക്റ്റ് ആവട്ടെ, അത് പ്രോപ്പറായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു എക്സാമിന് ഒരു 50-ൽ 49 മാർക്ക് കരയുടെ കുട്ടിയുണ്ടല്ലോ. ഞാൻ ജെന്യുവനായിട്ട് പറയാണ് കേട്ടോ. അത്രയ്ക്ക് സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത്രയും ഒരു പങ്ക്ച്വലായിരുന്ന ഒരാളായിരുന്നു ഞാൻ, ടു ബി ഹോണസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ കോളേജ് 3rd year 2018 ശരിക്കും ബിസിനസ് എന്നുള്ള ഒരു തോട്ട് മൈൻഡിൽ വരുന്നത്. നമ്മൾ സനാഗാദറിനറിയോ? സാനിസ്റ്റ് പറഞ്ഞൊരു ക്രാഫ്റ്റർ, അത് നല്ല ട്രെൻഡിങ് ആയിരുന്നു. ഇവർക്ക് ഇപ്പോൾ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഓൾമോസ്റ്റ് എത്ര ഏജ് ഉണ്ട്? പല ഏജ് ഗ്യാപ്പ് എന്നുള്ളവരുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 20 above, ഒരു 18+ ആണ്. ഓക്കെ. അപ്പോൾ എനിക്കിപ്പോൾ 28 ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ, കോളേജ് പഠിക്കുന്ന ടൈമിൽ, സന ഖാദർ സാനിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. നല്ല ട്രെൻഡിങ് ആയിരുന്നു, നല്ലൊരു ക്രാഫ്റ്റർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗേൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ, നമുക്കും ചെയ്തൂടെ. അങ്ങനെ ഞാൻ ഈ ക്രാഫ്റ്റിങ്ങുമെന്നാണ് ശരിക്കും ബിസിനസ് എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, അതായത് ഞാൻ 3rd year പഠിക്കുന്ന ടൈമിൽ നോർമലി ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്കൊരു പേഴ്സണൽ ലേണിങ്സ് എന്നുള്ള രീതിയിലാണ് ഈ ക്രാഫ്റ്റിങ്ങിലേക്ക് എത്തുന്നത്. ഡെക്കാ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെയൊക്കെ സമയത്തും അതിനൊരു സമയം മാറ്റി വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് എക്സ്പ്ലോഷൻ ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയോ? ഓക്കെ, അങ്ങനെ എക്സ്പ്ലോഷൻ ബോക്സ്, കാർഡ്സ്, ആനിവേഴ്സറി ഗിഫ്റ്റ്സ്, അങ്ങനെ ഒരു ചെറിയൊരു പേജിൽ നിന്നാണ് ശരിക്കും ഞാൻ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യണത്. അത് ഞാൻ ഐ തിങ്ക് ഒരു 1 year ആ ഒരു ബിസിനസ് ഒരു സൈഡ് ബിസിനസ്സായിട്ട് ചെയ്ത് അതിൽ നിന്നും ഏൺ ചെയ്ത് ഒരു 25,000 rupees
അതായത് ഒരു 2000-3000 രൂപയ്ക്ക് അങ്ങനെ ചെറിയ ചെറിയ ഏണിങ്സിൽ നമ്മൾ ഒരു കാത്ത് സൂക്ഷിച്ച് ഒരു ട്രഷർ എന്ന് പറയാം. ഒരു 25,000 റുപ്പീസ് ഞാൻ അതിൽ നിന്ന് മേൺ ചെയ്ത് ഒരു അത്രയും വാല്യൂബിൾ ആയിരുന്നു എനിക്ക് ആ 25,000 റുപ്പീസ്. അതാണ് ഞാനത് അത്രയും എടുത്ത് പറയുന്നത്. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു ക്യാഷ് അത് വേറൊരു കാര്യത്തിനും ഉപയോഗിക്കൂല. അത് അത്രയും ട്രഷറായിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും അത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വാങ്ങിച്ചാലും അത് ഞാനൊന്നിനും ഉപയോഗിക്കൂല. കാരണം ഞാനത് കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആ ഒരു അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണം എന്നുള്ളൊരു തോട്ട് വരുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ആസ് യൂഷ്വൽ എല്ലാ ഗേൾസിനെ പോലെ തന്നെയും കല്യാണമായി. 4th ഇയറിൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ലൈക്ക് ഇനി എന്താ നെക്സ്റ്റ്, ഒന്നെങ്കിൽ ബിടെക് കഴിഞ്ഞ് MTech എടുക്കണം, ലെക്ചറർ ആവണം, അങ്ങനെ ഒരു മൈൻഡിലുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് അത്ര ഇഷ്ടപ്പെട്ടെടുത്ത ഒരാളല്ല. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡിനോട് ഡെഫിനറ്റ്ലി എല്ലാ ഗേൾസും ചെയ്യണ പോലെ തന്നെ ഞാൻ ഇനിയിപ്പോൾ ഏത് ഫീൽഡിക്കാ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഡെഫിനറ്റ്ലി ഹി വാസ് വെരി ഫ്ലെക്സിബിൾ. എന്തിനും കോപ്പറേറ്റീവാണ്, സപ്പോർട്ടീവാണ്. എന്ത് വേണേലും എനിക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ ചെയ്യാം. അങ്ങനെ എൻ്റെ കല്യാണമായി. കല്യാണത്തിൻ്റെ ടൈമിൽ ഞാനൊരു സ്റ്റോറി പറയാലോ അല്ലേ? ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ, ഞാൻ അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ പറയും. ഷുവർ ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി, ഒരു ചോക്കർ, ഒരു നെക്ലേസ്, ഗേൾസിന് കുറച്ചും കൂടെ ഇൻട്രസ്റ്റീവ് ആവും ചിലപ്പോൾ കേൾക്കുമ്പോൾ, ഒരു നെക്ലസ് വാങ്ങിച്ചിരുന്നു. നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു നെക്ലസ് എൻ്റെ മെഹന്തി നൈറ്റിന് വേണ്ടിയിട്ട്. ആ ഒരു ചോക്കർമെന്നാണ് നമ്മൾ അല്ലൂറ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഫോമേഷൻ. അതായത് അവിടെ നിന്നാണ് അല്ലൂറ എന്നുള്ള ഒരു ബ്രാൻഡ് ഫോം ചെയ്യണത് എന്ന് പറയാം. ഞാൻ ആ ജ്വല്ലറി യൂസ് ചെയ്ത് ഫങ്ഷൻ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ റിലേറ്റീവ്സ് ആവട്ടെ കുറേ പേര് ആ ഒരു പെർട്ടിക്കുലർ ചോക്കർ അവരുടെ വെഡ്ഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച്, അങ്ങനെ ഞാൻ കുറേ പേർക്ക് നമുക്ക് ഫ്രീ ആയിട്ട്, നമ്മൾ ക്ലോസ് റിലേറ്റീവ്സൊക്കെ അല്ലേ, അങ്ങനെ കുറേ പേരത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്തു. ആൻഡ് മ്യൂച്വലി കുറേ ആൾക്കാരത് ചോദിക്കാൻ തുടങ്ങി, കുറേ മ്യൂച്വൽ ഫ്രണ്ട്സ്, മ്യൂച്വൽ റിലേറ്റീവ്സ്. അപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി തോന്നി, എനിക്ക് തോന്നണം ആ ഒരു പെർട്ടിക്കുലർ ചോക്കർ ഒരു 30+ ബ്രൈഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാകും. 30-ൽ പരം ബ്രൈഡ്സ് ആ ഒരു പെർട്ടിക്കുലർ ചോക്കർ യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി തോന്നി എന്തുകൊണ്ട് എനിക്കത് വൈക്കാണ്ടായി റെൻ്റ് ഔട്ട് എന്നുള്ളൊരു സംഭവം 2020-ൽ അത്ര ട്രെൻഡിങ് അല്ല. പക്ഷേ ഇപ്പം റെൻ്റൽ എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കട പോലെയാണ് അല്ലേ? ഈ റെൻ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഇതിപ്പോൾ എന്താ എല്ലായിടത്തും ഉള്ളതല്ലേ എന്നുള്ളൊരു തോട്ടാണ്. ബട്ട് വൈ അല്ലൂറ എന്നുള്ള ഒരു ബ്രാൻഡിനെ എന്തുകൊണ്ട് കസ്റ്റമേഴ്സ്, കുട്ടികൾ, ഗേൾസ് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ കൊടുക്കുന്ന സർവീസും അതുപോലെ തന്നെ അതിൻ്റെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ആ ഒരു യുണീക്നെസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഗേൾസ് റെൻ്റൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലൂറ ആലോചിക്കണം എന്നുള്ള ഒരു ഇത് വന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ജ്വല്ലറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 2 ഇയറോളം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നല്ലൊരു കസ്റ്റമർ ബേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. കാരണം അന്ന് റെൻ്റൽ വളരെ കുറച്ച് ഓപ്ഷൻസ് ആണല്ലോ. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ആകുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് നന്നായിട്ട് ഓൾ കേരള ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഓൺലൈനിൽ നമുക്കിത് കൊറിയർ അയക്കുന്നു, അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരുന്നു. നമ്മൾ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈക്ക് കസ്റ്റമേഴ്സ്, ഫാമിലീസ് വീടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണു. അപ്പോൾ ഒരു പ്രൈവസി മാറ്റേഴ്സും ആണ് പാരൻസിനാണെന്നുണ്ടെങ്കിലും. പിന്നെ പാരൻസിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ടു ബി ഹോണസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് അത്ര ലൈക്ക് നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ഈ റെൻ്റൽ, വാടക കട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ പ്രൊഫഷണലി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഫാമിലി ഫുൾ ഒരു ആർക്കിടെക്ട് ഫാമിലി ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ബിസിനസ്സിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ബ്രദേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും അത് അത്രമാത്രം ആക്സെപ്റ്റഡ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു 2 ഇയർ ഓൺലൈൻ ബിസിനസ് ചെയ്ത് ഓൺലൈൻ ബിസിനസ് ഓൾമോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ ഒരു കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടായപ്പോഴാണ് നമ്മളൊരു ഓഫ്ലൈൻ സ്റ്റോറിനെ പറ്റി ആലോചിക്കുന്നത്. നമ്മളെ ഹോം ടൗൺ വരുന്നത് പെരിന്തൽമണ്ണയാണ്. സോ പെരിന്തൽമണ്ണ നമ്മളെ ടൗണിൽ നമ്മളൊരു ഓഫ്ലൈൻ സ്റ്റോറിനെ പറ്റി ആലോചിക്കുന്നു. വീണ്ടും ഹസ്ബൻഡിനോട് ചോദിക്കുന്നു എന്താണ് അഭിപ്രായം, നമുക്ക് അങ്ങനെ ഒരു ഓഫ്ലൈൻ സ്റ്റോർ ഓപ്പൺ ചെയ്താലോ. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ ഇരിക്കുന്ന പോലെയല്ല. ഡെഫിനറ്റ്ലി നമ്മൾ കളിക്കളത്തേക്ക് ഇറങ്ങുകയാണെന്ന് പറയാം അല്ലേ? അതും ഒരു സെയിൽ സ്റ്റോർ പോലെയല്ല. റെൻ്റൽ സ്റ്റോർ നോർമലി എനിക്ക് തോന്നുന്നു ആ ടൈമിൽ വളരെ കൗണ്ടബിൾ ആയിട്ടുള്ള സ്റ്റോഴ്സാണ് റെൻ്റൽ സ്റ്റോഴ്സൊക്കെ ഉള്ളത്, ഒരു 1-2 ഓൺലൈൻ പേജസോ. അപ്പോൾ ഞങ്ങളിതിങ്ങനെ ഞങ്ങളെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു മാളുണ്ട്, വാവാസ് മാള്. അവിടെ പോയി ഒരു 200 സ്ക്വയർ ഫീറ്റിൽ
നമ്മളൊരു റൂം എടുക്കാനുള്ള പ്ലാനായി. ആൻഡ് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത്ര ചെറുതായി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാം, നമുക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല പ്രീമിയം ആയിട്ട് തുടങ്ങിയാൽ മതി. അത് ശരിക്കും എനിക്ക് ഇപ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അത് തുടങ്ങുമ്പോൾ ഒരു ചെറിയ രീതിയിൽ തുടങ്ങാതെ കുറച്ചും കൂടെ ഒരു പ്രീമിയം ആയിട്ട്, കാരണം ഇപ്പോഴത്തെ കൈൻഡ് ഓഫ് ഒരു കസ്റ്റമേഴ്സ് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ആംബിയൻസ്, സ്റ്റോറിൻ്റെ ആംബിയൻസ് ഒക്കെ കണ്ടിട്ടാണ് വിലയിരുത്തുന്നത്. നോർമലി ഇപ്പോൾ ഒരു ചെറിയ സ്റ്റോർ അതിൽ ഇനി എന്തൊക്കെ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലും അതിൻ്റേതായ കസ്റ്റമേഴ്സിൻ്റേതായിട്ട് കിട്ടേണ്ട കുറച്ചൊരു ആംബിയൻസ്, കാര്യങ്ങൾ, സർവീസസ് ഉണ്ട്. അതിന് നല്ലൊരു ഏരിയ അവർക്ക് ഒരു സർവീസ് നമ്മൾ കൊടുക്കണം. സോ ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഭയങ്കര ടെൻഷനായി. ഞാനും സിസ്റ്റർ അന്ന് രാത്രി ഉറങ്ങാതെ, ഒരു സ്റ്റാഫാണ്, സിസ്റ്റർ ഫ്രണ്ടാണ്, ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ഒരു 500 സ്ക്വയർ ഫീറ്റ് റൂമും എടുത്തിട്ടുണ്ട്, 25,000 റെൻറ്റും കൊടുക്കണം. ഇത്ര കസ്റ്റമറൊക്കെ ഓഫ്ലൈനിൽ വരുമോ? ഓൺലൈനാണെങ്കിൽ വേറെ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് എക്സ്പെൻസസ് കൂടുകയാണ്. അപ്പം അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സിംഗിൾ സ്റ്റാഫിൽ നിന്നും 500 സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത പെരിന്തൽമണ്ണ വാവാസ് മാളിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റോറാണ് കറൻ്റ്ലി ഇപ്പോൾ നമുക്ക് ആ പെരിന്തൽമണ്ണ സ്റ്റോറിൽ 30+ സ്റ്റാഫ്, 6,000 സ്ക്വയർ ഫീറ്റിലുള്ളത്. അതുപോലെ തന്നെ 5+ ബ്രാൻഡ്സ്, ഓൾ കേരള നമുക്ക് 5+ ബ്രാൻഡ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഓക്കെ, അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറയാം. ഓക്കെ, സോ ആ പെരിന്തൽമണ്ണ സ്റ്റോറിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ ഒരു 2 ഇയറിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ബ്രാഞ്ച് കാലിക്കറ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്യണത്. ആൻഡ് ദെൻ തിരൂർ, ആൻഡ് ദെൻ കണ്ണൂർ, ആൻഡ് ദെൻ എടപ്പാൾ, ഇങ്ങനെ കറൻ്റ്ലി 5 സ്റ്റോഴ്സ് ആയിട്ട് അലൂറൊപ്പം നിൽക്കുന്നത്. ഓക്കെ മാം. സോ മാമിന് ഈ ജേർണി പറഞ്ഞു, മാമിൻ്റെ ഒരു സപ്പോർട്ടീവ് ഹസ്ബൻഡ്, മാമിൻ്റെ ഒരു സപ്പോർട്ടിങ് പില്ലർ എന്ന് തന്നെ പറയാം. മാഷാ അല്ലാ, ആള് കൂടെ ഉള്ളതുകൊണ്ട് മാമിന് ഒരു എന്താ പറയാ, ഈ ഒരു ജേർണിയിൽ എന്തൊരു ഒബ്സ്റ്റക്കിൾസ് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാൻ നമുക്കൊരു സപ്പോർട്ടിങ് പില്ലർ വലിയൊരു കാര്യം തന്നെ. ഫാമിലി സപ്പോർട്ട് മസ്റ്റ് ആണ്. യെസ്, എക്സാക്ട്ലി. സോ മലപ്പുറം പോലൊരു ടിപ്പിക്കൽ ടൗണിലായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ മലപ്പുറം അല്ലെങ്കിൽ ഈ ഒരു മലബാർ സൈഡിന് ഒരു ടെൻഡൻസി ഉള്ള ഗേൾസിനൊക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇവിടെയുള്ള ഗേൾസിനും കൂടെ വേണ്ടിയിട്ടാണ്. ടിപ്പിക്കലി പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടുക, ഇവർക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അവരെ മനസ്സിലാക്കാതെ അവർ പെട്ടെന്ന് കെട്ടിച്ചു വിടുക, ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. ആ ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് മാം ഈ ഒരു അലൂറ എന്ന ബ്രാൻഡിനെ ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ട്. സപ്പോർട്ടീവായ ഹസ്ബൻഡിന് പുറമെ എന്തായാലും ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒബ്സ്റ്റക്കിൾസിനെ മാം എങ്ങനെയാണ് ഫേസ് ചെയ്ത് ഹാൻഡിൽ ചെയ്തത്? നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ ഒബ്സ്റ്റക്കിൾസേ ഉള്ളൂ. ആ ഒബ്സ്റ്റക്കിൾസ് വൺസ് നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് പിന്നെ അതൊരു ത്രില്ലാവും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങളുടെ ബിസിനസ് ഏകദേശം ട്രാക്ക് ആക്കാൻ, ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഫസ്റ്റ് സ്റ്റോർ പെരിന്തൽമണ്ണ ഓപ്പൺ ചെയ്തിട്ട് 2 വർഷം എടുത്തു നമ്മളെ സെക്കൻഡ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ. ഈ 2 വർഷം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം സ്ട്രഗിൾസ് അതിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഷോപ്പ് ക്ലോസ് ചെയ്യുക എന്നുള്ളൊരവസ്ഥയ്ക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അൺകൺട്രോളബിൾ കസ്റ്റമേഴ്സ്, അവർക്ക് കൊടുക്കാം നമുക്ക് തന്നെ അറിയണില്ല. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് ഇതിന് എന്തൊക്കെ സർവീസസ് കൊടുത്താലാണത് ബാലൻസ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ പോലും നമുക്കില്ലായിരുന്നു. അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ വളർന്നു വരുന്ന കുട്ടികളോട് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു സിസ്റ്റം ആദ്യം ഫോം ചെയ്യുക. ആ ഒരു സിസ്റ്റം ഡെഫിനറ്റ്ലി ബിസിനസ് സ്റ്റാർട്ടായി ഒരു 80% ഇപ്പം നിങ്ങളൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്, നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഫോം ചെയ്യാതെ ഒരിക്കലും തന്നെ ബിസിനസ് സ്റ്റാർട്ടാക്കാതിരിക്കുക. നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവും, നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, അല്ലേ? ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് അതിൽ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് വരാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളൊരു ഐഡിയ ആദ്യം ഉണ്ടാക്കുക. ഒരിക്കലും ഒരു സിസ്റ്റം ഇല്ലാണ്ട് ബിസിനസ് ചെയ്യാണ്ട് ഇരിക്കുക എന്ന് പറയാൻ കാരണം, സിസ്റ്റം ഇല്ലായിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അല്ല കേട്ടോ, ആ സിസ്റ്റം അല്ല കേട്ടോ.
നമ്മളൊരു കറക്റ്റ് പ്ലാനിങ്, ഒരു സിസ്റ്റമാറ്റിക്, ഇപ്പം ഞങ്ങൾ ചെയ്യണത് ഒരു റെൻ്റൽ ബിസിനസ്സാണ്. ഈ റെൻ്റൽ ബിസിനസ്സിന് കസ്റ്റമേഴ്സ് ഒരു 2 മാസം മുന്നേ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ വരുന്നു. അവർ പിന്നെ പ്രോഡക്റ്റ് പിക്ക് ചെയ്യാൻ വരുന്നത് ഫംഗ്ഷൻ്റെ തലേന്നായിരിക്കും. അന്നൊക്കെ ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി അവരുടെ സ്റ്റിച്ചിങ് മൊത്തം കഴിഞ്ഞ് ഫുൾ പെർഫെക്റ്റ് ആയി ഡ്രൈ ക്ലീനിങ് ഫുൾ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഡെലിവറി ചെയ്ത് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വിത്തൗട്ട് എനി ഡാമേജ് അത് സ്റ്റോറിൽ തിരിച്ച് വരണം. ഇതൊരു പ്രോസസ്സാണ്, സെയിൽ പോലെയല്ല. സെയിൽ എന്ന് പറഞ്ഞാൽ വൺസ് എ കസ്റ്റമർ എൻ്റർ ടു ദ സ്റ്റോർ, പ്രൊഡക്റ്റ് എടുക്കുന്നു, സെയിലാക്കണോ ബില്ലാക്കണോ പോയി. ആൻഡ് പിന്നെ അത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിൽ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ വരും, അങ്ങനെയാണ്. റെൻ്റൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ നമുക്കിതൊരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആലോചിക്കണോ, നമുക്ക് സോഫ്റ്റ്വെയർ ടീംസ് വരും എന്നിട്ട് ഇങ്ങനെ ഇരിക്കും, ഞങ്ങളിങ്ങനെ ഇരിക്കും അപ്പുറം എന്നിട്ട് ഞങ്ങളിങ്ങനെ പറയും ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ്. അവർ ഓക്കെ ഇത് ക്ലിയർ ചെയ്യാറിട്ട് പോകും. രണ്ടാമത് വീണ്ടും വരും, അല്ലാതെ ശരിയായിട്ടില്ല, അത് അങ്ങനെ ആകുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ആകുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഇത് നമുക്കൊരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മസ്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റോർ കാലിക്കറ്റ് ഓപ്പൺ ചെയ്ത ടൈമിൽ അന്ന് ഇനാഗുറേഷൻ്റെ അന്ന് ഞങ്ങളെ 3rd സ്റ്റോർ അനൗൺസ് ചെയ്തു. ഞങ്ങൾ വരുന്നത് മലപ്പുറത്തെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ, നെക്സ്റ്റ് 3rd ബ്രാഞ്ച് തിരൂരാണ്. ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് എവിടുന്നാണ് വന്നത്? ഞങ്ങൾ സെക്കൻഡ് സ്റ്റോർ ആയപ്പത്തിന് പക്കാ സിസ്റ്റമായി. അലൂറ എന്നുള്ളൊരു ബ്രാൻഡ് ഞങ്ങൾ സിസ്റ്റത്തിലേക്ക് എത്തിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതൊരു 3rd ബ്രാഞ്ച് 4th ബ്രാഞ്ചൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഉള്ളൊരു ടെൻഡൻസി വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു സിസ്റ്റം ആവാതെ ഒരുപാട് ബ്രാഞ്ചസ് ഇടാൻ ഒരിക്കലും കഴിയില്ല. ഓക്കെ, ഒരു ബിസിനസിൻ്റെ ജേർണി എന്ന് പറയുന്നത് മിയർലി ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, അതിന് ഒരു പ്രോപ്പർ വർക്കൗട്ട് വേണമെന്നാണ്, അതിനൊരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ഫ്ലോ വേണമെന്നാണ് മാം നമ്മൾക്ക് ഇപ്പോൾ എത്തിച്ചത്. മാം എന്നെ ഓൾറെഡി മെൻഷൻ ചെയ്തു, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഓൾറെഡി റെൻ്റൽ ആയതുകൊണ്ട്, റെൻ്റൽ സർവീസ് ആയതുകൊണ്ട് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആസ് എ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് അലൂറ, ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, കോമ്പറ്റീറ്റേഴ്സ് നിന്ന് ഈ അലൂറ എന്ന റെൻ്റൽ സർവീസ് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു? ആസ് എ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ മാമിൻ്റെ ഈ ഒരു ബിസിനസ്സിനെ മാം എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഫൈൻ. നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മളെ സ്റ്റോറ് അലൂറ ബ്രൈഡൽ റെൻ്റൽസ് എന്നായിരുന്നു. അതിനൊരു 2 ഇയർ കൊണ്ട് നമ്മൾ അലൂറ പ്രീമിയം ബ്രൈഡൽ റെൻ്റൽസ് എന്നുള്ള ക്യാപ്ഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് പ്രീമിയം, ആ പ്രീമിയം എന്നുള്ള വേർഡ്, അതായത് നമ്മൾ കൊടുക്കുന്ന സർവീസ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ യുണീക്നെസ്, അതുതന്നെയാണ് ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്റ്റോറിലേക്ക് വൺസ് എ കസ്റ്റമർ എൻ്റർ ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് സെയിലിനെടുക്കാനാണ് അവരുടെ ഫാമിലി എൻ്റർ ചെയ്യണത് എന്നുള്ളൊരു അനുഭൂതി കൊടുക്കാൻ പറ്റുക. അതായത് ഇപ്പോൾ നമ്മൾ റെൻ്റലിലാണ്, നമ്മളെ സ്റ്റോറിലേക്ക് കസ്റ്റമേഴ്സ് അപ്രോച്ച് ചെയ്യുന്ന റെൻ്റലിലാണ്. ഈ റെൻ്റലിന് ഡ്രസ്സ് എടുക്കുക എന്നുള്ള തോട്ട് അല്ലാണ്ട് ഇതൊരു സെയിലിന് എടുക്കുകയാണെന്നുള്ളൊരു തോട്ടിലേക്ക് എത്തിക്കാൻ നമ്മളെ റെൻ്റൽ സ്റ്റോറിലേക്ക് കസ്റ്റമേഴ്സിന് എൻ്റർ ചെയ്യുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് സക്സസ്. കാരണം നമ്മൾ കൊടുക്കുന്ന ആംബിയൻസ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റാഫിനാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ വീക്ക്ലി മന്ത്ലി ഒക്കെ ഇതിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ലൈക്ക് കൊടുക്കേണ്ട സർവീസസ്, പ്രൊഡക്റ്റിൻ്റെ യുണീക്നെസ് ഡെഫിനറ്റ്ലി നമ്മളെ കയ്യിലാണ്. അപ്പോൾ അതുതന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ യുണീക്നെസ് ആൻഡ് നമ്മുടെ സർവീസ്, അതാണ് നിങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ആയിട്ട് വരുന്നത്. ഡെഫിനറ്റ്ലി. സോ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി മാർക്കറ്റിംഗ് ഒക്കെ വരുന്നത് ഡിജിറ്റലി ആണ്. സോ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെയും സ്റ്റുഡൻസ് ഉണ്ട്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് ഒരു ഗ്രോത്ത് സെയിൽ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ബ്രാൻഡിങ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാമിൻ്റെ ഇൻസ്റ്റാ പേജ്, അതായത് അലൂറയുടെ ഒഫീഷ്യൽ പേജ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊരു ഡിസ്പ്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേജാണ്. സോ മാമിൻ്റെ ഒരു കൺസിഡറേഷനിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ഡിജിറ്റലി ഉള്ള മാർക്കറ്റിംഗ്? സോ ഈ ഒരു അലൂറയുടെ ഗ്രോത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ്. കാരണം ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റണോ, ഇത് ഈ സോഷ്യൽ മീഡിയ കൂടെ തന്നെയാണ്. ഡെഫിനറ്റ്ലി ഇൻസ്റ്റഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമുകൾ നമ്മളെ ബിസിനസ്സിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. വൺസ് ഇൻസ്റ്റഗ്രാം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഒന്ന് നെക്സ്റ്റ് പ്ലാറ്റ്ഫോം എന്താ, ലൈക്ക് അങ്ങനെ കുറേ ബാനിങ് ഒക്കെ പലതിനും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്.
നമുക്കിപ്പോൾ ഒരു കമ്പനീനെ ട്രസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കമ്പനീൻ്റെ ഓണേഴ്സ് ആ ഒരു അവരുടെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ അവർ ബിസിനസ്സിനെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ബ്രാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ നിങ്ങൾ അലൂറ എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് എന്നെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് നമ്മളൊരു സക്സസ് ആണ്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കൂടെ തന്നെ ആണല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യുന്നതും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൈഡൽ ഇവൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേഴ്സണലി ഇമോഷണലിയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു തിങ്ങാണ്. കാരണം നമ്മുടെ ലൈഫിൽ തന്നെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെ ഇരിക്കുന്നൊരു ഡേനെ നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു ബ്രൈഡൽ ഗ്രൂമിൻ്റെയും യെസ് ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. അതായത് ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഡിഫറെൻറ്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സാണ്. സോ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ എന്തൊക്കെ സർവീസിൽ എന്തൊക്കെ നമ്മൾ ആ ഒരു സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്? അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ വരുന്ന ഓരോ കസ്റ്റമറും ഡിഫറെൻ്റാണ്, ഭയങ്കര ഡിഫറെൻ്റാണ്. കാരണം ഒരു ഇപ്പോൾ ലൈക്ക് ബ്രൈഡ് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഗ്രൂമ് ഓക്കെ ആവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാദറിന് റെൻ്റൽ എടുക്കാൻ താല്പര്യമില്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ടാകും. എല്ലാവരും ഒരേ ഒരു നമ്മൾ റെൻ്റൽ എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും റെൻ്റൽ എടുക്കാൻ എന്നുള്ള മൈൻഡ് സെറ്റിലൊന്നുമല്ല വരുന്നത്. പലരും പല പ്രശ്നങ്ങൾ നമ്മളെ സ്റ്റാഫിനോട് പറയുന്ന പോലെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അത് പുറത്ത് വെക്കുക. ലൈക്ക് സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമാണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ കസ്റ്റമേഴ്സും ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ പ്രീതിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ നമ്മുടെ സ്റ്റാഫിൻ്റെ കഴിവ് തന്നെയാണ്. അത് ഡെഫിനറ്റ്ലി നമ്മൾ ഓരോ ട്രെയിനിങ്ങിലൂടെയും നമ്മുടെ മീറ്റിങ്ങിലും വീക്ക്ലി മന്ത്ലി നമ്മൾ കൊടുക്കുന്ന അവരെ ട്രെയിനിങ് മെയിൻ തിങ് ട്രെയിനിങ് തന്നെ. എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊന്ന് ഇപ്പോൾ കസ്റ്റമർ എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു മദർ കുറച്ച് പ്രായവരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് നേരെ പോയിട്ട് ഔട്ട്ഫിറ്റ് കൊണ്ടേ കാണിച്ചെടുത്തിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കലല്ല. ആദ്യം അവരെ ഒന്ന് കൺവീനിയൻ്റ് ആക്കാനും വേണ്ടിയിട്ട് അവരൊന്ന് സീറ്റിൽ പോയി ഒന്ന് ഇരുത്തി നമ്മൾ കോഫിയോ ടീ ആ ഒരു മാനേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ ഏത് സ്റ്റോറിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് എൻട്രി ചെയ്തപ്പോഴും ഫസ്റ്റ് നമുക്ക് ആ ഒരു കോംപ്ലിമെൻ്ററി തരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു കൂളിംഗ് ആണ് അത്. അപ്പം അതുപോലെ ഏതൊരു സ്റ്റോറിൽ വരികയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കേണ്ട സാമാന്യ മര്യാദ, അതായത് അവരെ ഇരുത്തണോ അല്ലെങ്കിൽ ഒന്ന് കൂളാക്കണോ മാം അല്ലെങ്കിൽ സർ ഏത് കൈൻഡ് ഓഫ് പ്രോഡക്റ്റാണ് നിങ്ങൾ പ്രിഫർ ചെയ്യണേ എന്ന് ചോദിക്കണതിൻ്റെ മുന്നേ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളെ ടേംസിലേക്ക് വരിക, സെയിലാണെങ്കിൽ പ്രോഡക്റ്റ് അങ്ങനെ. യെസ് എക്സാക്ട്ലി. സോ മാം നമ്മളിപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ മാം പറഞ്ഞല്ലോ ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിൽ അതിൽ ആ ഒരു സ്ട്രോങ് ടീമിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും വലുതാണ്. ഇപ്പോൾ മാമിൻ്റെ ഒരു സ്ട്രോങ് ടീം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അലൂറയിലെ സ്റ്റാഫ്സ് അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഹയറിംഗ് നടക്കുമ്പോൾ മാം ആസ് എ ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു അലൂറനെ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കണം എന്നൊരു വിഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസാണ് എന്തൊക്കെ സ്കിൽസ് ആണെന്ന് മാമിൽ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിനൊക്കെ ഇനി ഒരു വർക്ക് കയറുന്ന സമയത്ത് എന്തൊക്കെ സ്കിൽസ് ആണ് ഏറ്റവും നെസസറി ആയിട്ട് വേണ്ടത് ഒരു ബിസിനസ് റൺ ചെയ്യാൻ, അതിനൊരു ഗ്രോത്ത് സെയിലെത്തി ഒരു സക്സസ്സിലേക്ക് എത്തി അതിൻ്റെ വിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യം എന്നുള്ള രീതിയിൽ? യെസ്, എനിക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ട എങ്ങനെയെന്ന് ചോദിച്ചാലേ ഞങ്ങളുടെ പെരിന്തൽമണ്ണ നമ്മളെ ഫസ്റ്റ് സ്റ്റോറിൽ സ്റ്റോർ മാനേജറായിട്ട്, അതായത് ആ ഒരു കംപ്ലീറ്റ് ഫ്ലോറിൻ്റെ സ്റ്റോർ മാനേജറായി ചൂസ് ചെയ്യുന്ന പയ്യന് അവന് വീഡിയോ കാണുന്നുണ്ടാവും ഷാനു. ഓക്കെ, അപ്പോൾ അവനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവനെ ലൈക്ക് ഒരു CV ഷെയർ ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ടൈമിൽ അവന് ക്വാളിറ്റി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ അവനെ ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹിസ് സ്മൈൽ. അതായത് സ്മൈൽ ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് ലവ് എന്നാണല്ലോ അല്ലേ? ഏതൊരാൾക്കും കണ്ണ് കാണത്തില്ല, കേൾവി ഇല്ലാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിലും ലൈക്ക് സ്മൈൽ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് നമ്മളിപ്പോൾ സ്മൈലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് വേറുള്ള ഒരു ക്വാളിറ്റിയും വേണ്ട. ഇപ്പോൾ ഒരു കസ്റ്റമർ എൻട്രി ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു CV വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിന് വരികയാണെന്നുണ്ടെങ്കിലും അവന് ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ലൈക്ക് ഇവന് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ലൈക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലസൻറ്റ് ഫേസ് തന്നെയാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആ ക്വാളിറ്റി വേണം, ഇത് വേണം, MBA വേണം, PG വേണം, അല്ലെങ്കിൽ എല്ലാത്തിലും ഉപരി വേണ്ടത് നോർമലി
ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരു കസ്റ്റമർ എൻട്രി ആണെങ്കിലും ലൈക്ക് നമ്മളോട് ഒരു സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും വിത്ത് എ സ്മൈലിംഗ് ഫേസ്. അതായത് ഞങ്ങൾ അവനെ സ്റ്റോർ മാനേജർ എന്നുള്ളൊരു ടേം ഫസ്റ്റ് തന്നെ അവനെ സ്റ്റോർ മാനേജർ എന്നുള്ള ടേംസ് തന്നെ നമ്മൾ കൊണ്ടുവരണം. അല്ലാണ്ട് ട്രെയിനിങ് ചെയ്ത് അവനെങ്ങനെയാണ് എന്നൊന്നും നോക്കിയിട്ടൊന്നും അല്ല നമ്മൾ മാനേജറാക്കി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ക്വാളിറ്റീസ് എന്നുള്ളതിലുപരി നമ്മുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും അതിനനുസരിച്ചിട്ടുള്ള ഡിഗ്രീസും സർട്ടിഫിക്കറ്റ്സും ഒന്നും ഉണ്ടായിട്ടല്ല. നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവർക്ക് ആ ഒരു പർട്ടിക്കുലർ പേഴ്സണ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ ഷുഡ് ബി വെരി ഗുഡ്. ആ ക്യാരക്ടർ നിന്നിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ഗ്രോത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വരുള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ. സോ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ ഒരു ഇന്റർവ്യൂവിന് വരുന്ന ടൈമിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ മാം നമ്മൾക്ക് പറഞ്ഞെത്തിക്കുന്നത്. അതെനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ കുറേ ഡിഗ്രീസ് ഉള്ളത് അല്ല എന്നെ ഡെഫിനറ്റ്ലി. നമ്മൾ എന്തായാലും ഒരു റെന്റൽ പ്രോഫിറ്റബിലിറ്റി എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണല്ലോ, ഒരു ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഡെഫിനറ്റ്ലി ആവശ്യമാണ്. സോ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന ക്വാളിറ്റി അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. സോ അതിനനുസരിച്ച് എങ്ങനെയാണ് ഈ രണ്ടും ബാലൻസ് ചെയ്യുക, നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുക, അതിലൂടെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. യെസ്. സോ ആ ഒരു മാനേജ്മെന്റ് എങ്ങനെയാണ് വരുന്നത്, ഇത് രണ്ടും ബാലൻസ് ചെയ്തു ഒരേ സമയം ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുക, അതിനൊപ്പം തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് കസ്റ്റമർ എൻട്രി ചെയ്യുള്ളൂ. ക്വാളിറ്റി ഇല്ലെങ്കിൽ കസ്റ്റമർ ഇല്ല. ലൈക്ക് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരം ഓൾ കേരള നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കസ്റ്റമേഴ്സ് ഒരു പെർട്ടിക്കുലർ സ്റ്റോറിനെ തേടി വരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സർവീസ് കൊണ്ട് മാത്രമല്ല അവിടുത്തെ ക്വാളിറ്റി കൊണ്ടും കൂടെയാണ്. അപ്പോൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സ് എൻട്രി ചെയ്യും. കസ്റ്റമേഴ്സിൻ്റെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിലിറ്റി കൂടും. ദാറ്റ്സ് ഓൾ. കാരണം മക്കളെ നിങ്ങൾ അത്രയും സക്സസ്സിലെത്തും. കാരണം എൻ്റെ ലൈഫ് ഇപ്പോൾ കാരണം അവരൊക്കെ അപ്പോഴാണ് ഞങ്ങൾ തന്നെ ശരിക്കും മനസ്സിലാക്കണേ നമ്മളെ അണ്ടറിൽ ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ അതിന് അത്രമാത്രം കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിൻ്റെ ആ ഒരു കണ്ണീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രോഗ്രാം നടക്കുകയാണ്. നമ്മൾ കേക്ക് കട്ടിങ് സെറിമണി നടന്ന ഉടനെ അന്ന് ചാനൽസൊക്കെ ഉണ്ട്. ആ ചാനലിൽ എനിക്ക് തോന്നുന്നു പെരിന്തൽമണ്ണ ഓൺലൈൻ നിഷാദിക്ക അവർ കറക്റ്റ് ആ വീഡിയോ ഇട്ടിട്ട് അത് വൈറലായി. കാരണം ചേച്ചി പെട്ടെന്ന് ഓടി വന്നിട്ട് കാരണം അവരുടെ ഒരു സന്തോഷമാണ് നമ്മളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുകയാണ്. നമ്മൾ പെരിന്തൽമണ്ണ മാത്രം സ്റ്റക്ക് ചെയ്ത് നിൽക്കല്ല, നെക്സ്റ്റ് സ്റ്റോറിലേക്ക് നമ്മൾ കമ്മിങ് സൂൺ ടു കാലിക്കറ്റ് എന്നുള്ള സ്റ്റോറിൻ്റെ റിവീലിംഗ് സെറിമണിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. സോ മാം ആ ഒരു ജേർണി ഇപ്പോൾ മാം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബിസിനസ് അല്ലേ, ഒരുപാട് മിസ്റ്റേക്സ് എന്നാണ് നമ്മൾ പഠിക്കുക. ഒരുപാട് മിസ്റ്റേക്സിലൂടെ തന്നെ ആയിരിക്കും നമ്മൾ ആ ഒരു ഗ്രോത്തിലേക്ക് എത്തുക. സോ അങ്ങനെ ഈ ഒരു മാമിൻ്റെ ഒരു ബിസിനസ് ജേർണിയിൽ മാം ഒരു മിസ്റ്റേക്ക് മേഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ലെസൺ മാം ലേൺ ചെയ്തത് അങ്ങനെ എന്തെങ്കിലും ഒരു ലെസൺ ഷെയർ ചെയ്യാമോ? കാരണം ബിസിനസ് ആസ്പിറൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ആണ് മുന്നിലിരിക്കുന്നത്. ഓക്കെ. നമുക്ക് ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അന്നും ഇന്നും എന്നും എനിക്ക് ഞങ്ങളിൽ വന്ന മിസ്റ്റേക്ക് എനിക്കിപ്പോൾ ഞങ്ങളെ മിസ്റ്റേക്ക് ഉള്ളല്ലോ പറയാൻ കഴിയുക. അപ്പോൾ ഞങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക് ഇതന്നെ, ഞങ്ങൾ സിസ്റ്റം ഫോം ചെയ്തിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ. നമ്മൾ ജസ്റ്റ് ഒരു പാഷനിൽ അല്ലെങ്കിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമ്മൾ റെപ്യൂട്ടഡ് ഫാമിലിയിൽ നിന്ന് വന്ന് നമ്മൾക്കിപ്പോൾ അതൊരു ഏർണിങ്സ് എന്നുള്ളതിലുപരി എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അത് സക്സസ് ആക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മിനിറ്റ് അതുപോലെ തന്നെ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. കസ്റ്റമേഴ്സ് വരുമ്പോഴേ നമുക്കിപ്പോൾ ഞങ്ങളെ സ്റ്റോറിലൊക്കെ ഇപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, നമ്മൾ ആ ബുക്കിംഗ് അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും അതങ്ങനെ ചെയ്യാം മാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ബുക്കിംഗ് എടുക്കും. എന്നിട്ട് ക്ലൈൻറ്റ് വരുന്ന സമയത്ത് മേ ബി ആ പറഞ്ഞ അവരുടെ നീഡ്സ് ഒന്നും അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും, കസ്റ്റമർ ആകെ റോങ് ആവില്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ എന്ന് പറയാം. അല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും തന്നെ തലയിൽ ഏറ്റെടുത്തിട്ട് ഇത് ഞങ്ങൾ ചെയ്യും ഇത് ഞങ്ങൾക്ക് ചെയ്ത് തരാമെന്നും പറഞ്ഞ് കമ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ കൊടുക്കേണ്ട സർവീസിനെ പറ്റി നമുക്ക് ക്ലിയർ ആയിട്ടൊരു ധാരണ വേണം. ഇതൊക്കെയാണ് ഇവിടുത്തെ സർവീസ്. ഇതിനപ്പുറം ഒരു വാഗ്ദാനം കൊടുത്തിട്ട് അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഇഷ്യൂ ആകും. ഓക്കെ. എന്തായാലും സ്റ്റുഡൻസും മാമിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ ഈഗർലി വെയിറ്റിംഗ് ആണ്. ഇപ്പം അവർ സൈലന്റ് ആയിരിക്കുന്നത് മാമിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ ആ ഒരു Q&A സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, അതൊരു ക്വസ്റ്റ്യൻ അല്ല, ഞങ്ങൾക്ക് മാമിൻ്റെ അടുത്ത് വേണ്ട ഒരു മോട്ടിവേഷൻ. ആസ് എ വുമൻ
ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ എന്ന രീതിയിൽ ഞങ്ങൾ ഒരുപാട് നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു വുമൺ ഓൺട്രപ്രണർ എക്സ്പെർട്ട് ടോക്കിന് വരുന്നത്. സോ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരുപാട് പേരുടെ കയ്യിൽ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികളാണ്. സോ അവർക്ക് എന്ത് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എന്ത് ആണ് ഷെയർ ചെയ്യാൻ മാം ആഗ്രഹിക്കുന്നത്? ഓക്കെ, എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ലൈഫ് വളരെ ഷോർട്ടാണ് അല്ലേ. ഞാൻ 21 ഇയറിലാണ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ BTech 3rd ഇയറിലാണ് ബിസിനസ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ 21 വയസ്സിൽ നിന്ന് 28 വയസ്സാണ് ഇപ്പോൾ എനിക്ക്. 28 വയസ്സായത് എന്നാന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അത്രയും ഫാസ്റ്റായിട്ടാണ് പോയിട്ടുള്ളത്. കാരണം ലൈഫ് ഈസ് ടു ഷോർട്ട്. അപ്പോൾ നമ്മൾ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് ഒരിക്കലും കാത്തിരിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. കാരണം ഒരു റൈറ്റ് ടൈം വന്നിട്ട് നമ്മൾ ഒരിക്കലും തന്നെ ഒരു കാര്യവും ചെയ്യൂല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാളെ ചെയ്യാൻ പറ്റുന്ന ചെയ്യുക എന്ന് പറയുന്നതിലുപരി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ലൈഫ് ഷോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ വളരെ ഷോർട്ട് ടൈമിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട് എന്നാണെങ്കിൽ അതൊരു ഷോർട്ട് ടൈമിൽ അത് എക്സ്പാൻഡഡ് ആക്കാനുള്ളത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നേ വേണ്ടി വരും. ലൈക്ക് നമ്മൾ വൺസ് ഒരു ബിസിനസ്ക്ക് എൻ്റർ ചെയ്താൽ പിന്നെ പിന്നോക്കം പോകലില്ല. അതിനെ റൺ ചെയ്യാൻ നോക്കുക, അതിനെ സക്സസ്ഫുൾ ആക്കാൻ നോക്കുക. അത് നമ്മൾ ഒരിക്കലും തന്നെ ഒരു നാളെ മറ്റന്നാൾ എന്ന് പറയാണ്ട് റൈറ്റ് ടൈം എന്നുള്ള ഒരു ടേം ഇല്ല. റൈറ്റ് ടൈമിനെ നിങ്ങൾ ഉണ്ടാക്കലാണ്. ഓക്കെ മാം ഈ ഒരു ഇൻസ്പിറേഷൻ ഷെയർ ചെയ്തത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ കൂടുതൽ പേര്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് പേർക്ക് ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആംബിഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു ആഗ്രഹമുണ്ട്. സോ ഇവരെ പിന്നോട്ട് വലിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ആണ്. മണി മാറ്റേഴ്സ് എന്ന് പറയുന്ന പോലെ എങ്ങനെ നമ്മൾ ആ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യും, അത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ആർക്കാണെന്നെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും ഭയങ്കര ടെൻഷൻസ് ഉണ്ടാവും. കാരണം ട്രസ്റ്റ് വർത്തി ആണോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അതിന് പുറമെ എങ്ങനെ ഈ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യും, നമ്മുടെ അടുത്ത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു മണി മാറ്റേഴ്സ്. അപ്പം മാം അതിനെന്തൊരു ടിപ്പാണ് പറഞ്ഞു കൊടുക്കുന്നത്? കാരണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കറിയാം ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കാണ് അതിന്റെ മെയിൻ എയിം, ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ബിസിനസ് റൺ ചെയ്യാൻ. സോ അങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? എക്സ്പീരിയൻസ് ശരിക്കും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആമസോണില്ലേ, ആമസോണിൽ നിന്ന് ഒരു 2-3 ജ്വല്ലറി വെച്ചിട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിനെ എല്ലാവരും കൂടെ വിളിച്ചിട്ട് വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരിക്കലും തുടങ്ങാൻ നിൽക്കരുത്. അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്രമാത്രം അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി ആദ്യം നടത്തണം. അതായത് ഓരോ സ്ഥലങ്ങളും ഡിഫറെൻറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പെരിന്തൽമണ്ണ പോലെയല്ല കണ്ണൂർ പോലെയല്ല എടപ്പാൾ പോലെയല്ല തിരൂർ. ഓരോ സ്ഥലത്തിനും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ സർവീസ്, നമ്മൾ എന്ത് ബിസിനസ്സാണോ ചെയ്യണത് ആ ബിസിനസ്സിന് ആ മാർക്കറ്റിൽ എത്രമാത്രം ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഫ്രം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക് നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ഈ കടം വാങ്ങിച്ച് അല്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പാരൻസ് സൈഡിൽ നിന്നോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വലിയൊരു പലിശക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് ലോണൊക്കെ എടുത്ത് ചെയ്യാന്നുള്ളത് ഏറ്റവും ബെറ്റർ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏറ്റവും വലിയൊരു ടെൻഷനക്കാണ് പിന്നെ പോവുക. മറ്റേത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആമസോണത്തെ ഒരു 2-3 പ്രൊഡക്ട്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ ഓൺലൈനിലൊരു 2 ഇയർ നമ്മൾ ഒരു കറക്റ്റ് കസ്റ്റമർ ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഓഫ്ലൈനിലേക്ക് കടന്നിട്ടുള്ളത്. കറക്റ്റ് ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് എത്രമാത്രം കസ്റ്റമേഴ്സിന് ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഓഫ്ലൈൻ സ്റ്റോറിലേക്ക് കടന്നിട്ടുള്ളത്. അല്ലാണ്ട് ഒരിക്കലും ആദ്യം തന്നെ പോയിട്ട് 6000 സ്ക്വയർ ഫീറ്റിൽ 10000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ സ്റ്റോർ ഇട്ടിട്ടില്ല. അതിന് കപ്പാസിറ്റി ഉള്ളവർക്ക് അത്രയും അതിൽ കോൺഫിഡൻ്റ് ആണെന്നുള്ളവർക്ക് ചെയ്യാം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് അത് ബെറ്റർ നമ്മൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.